നമ്മളിന്ന് മുഹറം 10-ാണുള്ളത്. മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സവിശേഷതകളൊക്കെ നമുക്കറിയാം. ഹിജ്റയുടെ പ്രസക്തി നമുക്കറിയാം. അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ സാധാരണ വർത്തമാനങ്ങളിലൊക്കെ പറയാറുണ്ട് കർബല ദിനത്തെക്കുറിച്ച്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എന്നതിനപ്പുറം, ഒരു ചരിത്ര സംഭവം എന്നതിനപ്പുറം അതിൻ്റെ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രസക്തിയെക്കുറിച്ച്, വർത്തമാനത്തെക്കുറിച്ച് നമ്മളാരും തന്നെ ചർച്ച ചെയ്യാറില്ല. അലി റളിയല്ലാഹു അൻഹു ഷഹീദായതിനു ശേഷം കുറച്ച് ചരിത്ര വർത്തമാനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് മുസ്ലിങ്ങളുടെ കരങ്ങളാൽ തന്നെ. അലി റളിയല്ലാഹുവിനെ കൊല്ലുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ആ സന്ദർഭത്തിൽ മതപരമായും രാഷ്ട്രീയപരവുമായ കുറച്ച് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ആ പൊട്ടിപ്പുറപ്പെട്ട നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുറച്ച് തീവ്രമായ നിലപാടുകൾ, ഖവാരിജുകൾ എന്ന് പറയും, വളരെ വിശദമായി ഇസ്ലാമികമായി ചരിത്രത്തെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അസ്തിത്വത്തെ നമ്മൾ രൂപപ്പെടുത്തും. ഞാനിത് പറയുന്നത് കേവലം ഒരു കഥ പറഞ്ഞിട്ട് പോകാനോ കുറെ ചരിത്ര വർത്തമാനത്തിന് വേണ്ടിയിട്ടല്ല. ഇത് വെച്ചിട്ട് നിലവിലുള്ള മുസ്ലിം സമുദായവും ഇങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. അലി റളിയല്ലാഹു അൻഹു 3 പേരെയാണ് ഖവാരിജുകൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഒന്ന് അലി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മുആവിയ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇതിൽ അലി റളിയല്ലാഹു അൻഹു മാത്രമാണ് വധിക്കപ്പെട്ടത്. മറ്റവർ 2 പേരും വളരെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഒരു കാരണം അവിടെ നടന്ന ഒരു മതപരവും രാഷ്ട്രീയപരമായ തന്നെ പല അലി റളിയല്ലാഹു അൻഹു എടുത്ത നിലപാടുകൾ അപ്പോൾ രൂപപ്പെട്ടു വന്ന അതിവിയോജിച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്, അംർ ബിൻ ആസിന്റെ നിലപാടുകളൊക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അപ്പൊ ഖവാരിജുകൾക്ക് തോന്നി ഈ 3 പേരുമാണല്ലോ ഇതിന്റെ കാരണക്കാർ, 3 പേരെയും തീർത്ത് കളഞ്ഞാൽ, വധിച്ചു കളഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് 3 പേരെയും കൊല്ലാൻ തീരുമാനിക്കുന്നതും. നിർഭാഗ്യവശാൽ അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് മുമ്പ് വധിക്കപ്പെട്ടു ഖലീഫയായിരുന്നത്, ഞാൻ പുറകിലേക്കാണ് കേട്ടോ പോണത്, മുമ്പിൽ നിന്ന് പുറകിലേക്കല്ല വരുന്ന, പുറകിൽ നിന്ന് മുമ്പിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വലിയ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന് മുമ്പും ഖലീഫയായിരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും മുസ്ലിങ്ങളാൽ തന്നെയാണ് വധിക്കപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതിനു മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു മാത്രമാണ് മജൂസികളാൽ വധിക്കപ്പെടുന്നത്. 4 ഖലീഫമാരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിക ഭരണം 23 വർഷം കൊണ്ട് മദീനയിൽ പൂർത്തിയാക്കി റസൂൽ വഫാത്തായ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. 2 വർഷവും കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്നത്. ഖിലാഫത്തുർ റാഷിദ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിലനിൽക്കുന്നത്. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം ഭരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടുകളോട് യോജിക്കാത്ത ഒരു മജൂസി, ഒരു ജൂതനായ ഒരു അഗ്നിയാരാധകൻ ഒരാള് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, കഴുത്തിന് കുത്തിയിട്ട് കൊല്ലുകയാണ്. ശേഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനോട് വിയോജിപ്പ് തോന്നിയ ഈ പറഞ്ഞ മാതിരി കുറച്ച് തീവ്രവാദികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ വളരെ അടുത്ത ആളുകൾക്ക്, കുടുംബക്കാർക്കൊക്കെ പലരും സ്വാധീനം ചെലുത്തുന്നു, ഗവർണറാക്കുന്നു, പല സ്ഥാന പദവികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുണ്ടല്ലോ, ഇപ്പോഴും അങ്ങനത്തെയൊക്കെ നമ്മുടെ ഭരണകൂടത്തിലൊക്കെ അങ്ങനത്തെ വിവാദങ്ങളുണ്ടല്ലോ. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം വേണ്ടപ്പെട്ടവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തെ തുടർന്നിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വധിക്കപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. ശേഷമാണ് 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത്
ഖവാരിജികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം എന്ന് പറയുന്ന ഒരാൾ. അലി റളിയല്ലാഹു അൻഹു ഷഹീദായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു അല്ല, അദ്ദേഹത്തിന്റെ മകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരക്കുട്ടി, റസൂലിന്റെ പുത്രിയാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെയാണ് അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ളത്. അവരിൽപ്പെട്ട 2 മക്കളാണ് ഹസൻ, ഹുസൈൻ എന്ന് പറയുന്നത്. ഇതിൽ ഹസൻ റളിയല്ലാഹു അൻഹുവാണ് എന്ത് ഖിലാഫത്ത്, അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. വളരെ ആഭ്യന്തരമായ കലാപങ്ങൾ, അതിരൂക്ഷമായ പ്രശ്നങ്ങൾ, പരസ്പരമുള്ള ചേരിതിരിവുകൾ, ഭിന്നതകളൊക്കെ വന്നപ്പോൾ വെറും 6 മാസം മാത്രം ആയപ്പോഴേക്കും ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഒഴിഞ്ഞു. എന്നിട്ട് മുആവിയ എന്ന് പറയുന്ന മുആവിയയും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഉടനെ ആ കുറ്റവാളികളെ, കൊലപാതകളെ കണ്ടെത്തിക്കൊണ്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു മുതിർന്നില്ല. അപ്പൊ മുആവിയ ഗവർണറാണ് കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഗവർണറായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. ശേഷം വരുന്ന ഖലീഫയെ ഏറ്റെടുക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനെ ആദ്യം പിടികൂടി ശിക്ഷിച്ചതിന് ശേഷം മതി മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ ഘാതകരെ കണ്ടെത്തലല്ല, രാജ്യത്തിന്റെ സമാധാനം പുനഃസ്ഥാപിക്കലാണ് എന്റെ ലക്ഷ്യം. അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വാഗ്വാദങ്ങളും ചേരിതിരിവുകളും വിയോജിപ്പുകളൊക്കെ നടക്കുന്നതിനിടയിലാണ് അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത് ഖവാരിജികളാൽ. ഈ മുആവിയ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരമേറ്റപ്പോൾ സ്വാഭാവികമായും അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നു, ഭരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇരുകൂട്ടരും തമ്മിൽ എന്നും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ. ഹസൻ റളിയല്ലാഹു അൻഹു വളരെ സാത്വികനായ പാവത്താനായ ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഞാൻ ഭരിക്കണില്ല, ഞാൻ ഒഴിയും. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആ ഭരണം ഏറ്റെടുത്തു. മുആവിയ ഭരണം ഏറ്റെടുക്കുന്ന ഇതുവരെ ഇസ്ലാമിന്റെ ആ നിലനിർത്തി പോന്നിരുന്ന ആ ഒരു ലക്ഷണമൊത്ത ഒരു ഇസ്ലാമിക ഭരണരീതിക്ക് ഭിന്നമായിക്കൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ഒരു ഖിലാഫത്ത് വ്യവസ്ഥയെ, ഒരു ഇസ്ലാമിന്റെ ഖിലാഫത്ത് വ്യവസ്ഥയെ, റസൂലിന് ശേഷം നിലനിന്ന് പോരേണ്ടുന്ന ഖിലാഫത്ത് വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ ഖിലാഫത്ത് സമ്പ്രദായത്തെ തന്നെ അട്ടിമറിച്ചു. ഒറ്റ ഖലീഫമാരും തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ബന്ധു നിയമങ്ങൾ, ഇപ്പൊ ബന്ധു നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ചർച്ച വരുന്നുണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഒരു അസ്വാരസ്യം, രാഷ്ട്രീയപരമായ അസ്ഥിരത ഉണ്ടാവും, രാഷ്ട്രീയ സ്വസ്ഥത നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബന്ധു നിയമങ്ങൾ പാടില്ല. ഇസ്ലാമിൽ ഒറ്റ ഖലീഫയും ബന്ധു നിയമങ്ങൾ യോഗ്യരായ ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും സ്വന്തം മക്കളെയോ ഏറ്റവും അടുത്ത ബന്ധങ്ങളെയോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നില്ല. മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തോടുകൂടി ആ ഒരു ഖിലാഫത്തിന്റെ ലക്ഷണമൊത്ത ബന്ധു നിയമവാഴ്ചക്കെതിരെ നിലനിന്നിരുന്ന സമ്പ്രദായത്തെ അട്ടിമറിച്ചുകൊണ്ട് തന്റെ മകനായ യസീദിനെ ഭരണം ഏൽപ്പിക്കുക. അങ്ങനെ മുആവിയയുടെ കാലശേഷം യസീദ് ഭരിച്ചുകൊണ്ടിരിക്കെ യസീദിന്റെ തെറ്റായ ഏകാധിപത്യ ശൈലിക്കെതിരെ ഹുസൈൻ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ പുത്രൻ രംഗത്ത് വരും. മനസ്സിലായോ നിങ്ങൾക്ക്? ആദ്യം ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖിലാഫത്ത് ഒഴിഞ്ഞ് സ്വസ്ഥമായിട്ടും മാറി നിൽക്കുകയാണ് ചെയ്തത്. മുആവിയയുടെ പുത്രൻ യസീദ് ഭരണം ഏറ്റെടുത്തപ്പോൾ ആ യസീദിന്റെ തെറ്റായ ഏകാധിപത്യ രാജാധിപത്യ ശൈലിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദ്യത്തെ ഇസ്ലാമിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിലെ അതിന്റെ കീഴ്വഴക്കങ്ങൾക്കും ശരിയായ ക്രമങ്ങൾക്കുമെതിരെ
ക്രമഭംഗം നടത്തിക്കൊണ്ട്, കൃത്രിമങ്ങൾ നടത്തിക്കൊണ്ട് അതിന്റെ ഘടനയെ തകർത്ത യസീദിനെതിരെ ആദ്യമായ നവോത്ഥാന വിപ്ലവവുമായി രംഗത്ത് വരുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കൂഫക്കാർ, മദീന ആ പട്ടണം, മക്ക എന്നൊക്കെ പറയുന്ന വലിയ വിശാലമായ സിറിയ എന്നൊക്കെ പറയുന്ന ആ വിശാലമായ സാമ്രാജ്യത്തെ നിങ്ങൾ മനസ്സിൽ കാണണം. കുറച്ച് അസ്വസ്ഥതയുണ്ട്, കോൾഡിൻ്റെതായ. അതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകാനും പറ്റുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒരു വർത്തമാനം പറഞ്ഞ് പൂർത്തീകരിക്കാനാണ്. ഈ യസീദ് ഭരണം, യസീദിന്റെ ഗവർണറായ ഇബ്നു സിയാദ്, അബ്ദുല്ലാഹ് ഇബ്നു സിയാദിനെ കൂഫയിലെ ഗവർണറാക്കിയിട്ട് യസീദ് നിശ്ചയിച്ചു. മുആവിയയുടെ മകൻ യസീദ് കൂഫയിലെ ഭരണാധികാരിയായിട്ട് ഇബ്നു സിയാദിനെ നിശ്ചയിച്ചു. കൂഫയിലെ ജനങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? ഇതൊന്നും അറിയാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കൂഫയിൽ വന്നിട്ട് നിങ്ങൾ അധികാരമേൽക്കണം, നിങ്ങൾ ഖിലാഫത്തേൽക്കണം. അന്ന് അവിടുത്തെ പ്രമുഖരായ ഇസ്ലാമിലെ സഹാബിമാർ പലരും, റസൂലിനോടൊപ്പം ജീവിച്ച സഹാബിമാർ പറഞ്ഞു, പോകരുത്. നമ്മൾ പലപ്പോഴും നമുക്ക് ഇസ്ലാമിക സമൂഹത്തിനും സംഘടനകൾക്കും വിപ്ലവം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുചാടി പ്രവർത്തിക്കുന്ന വിപ്ലവകാരികളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഈ ഒരു വിപ്ലവ മനസ്സ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞത് കേൾക്കാതെ പുറപ്പെട്ടു. വന്നു ഇബ്നു സിയാദ്, അവിടുത്തെ ഗവർണറുമായി സംഭാഷണങ്ങൾ നടന്നു. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്തു എന്നറിയോ? ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിക്കണതാരാ? കൂഫക്കാരാണ്. ഇബ്നു സിയാദിന്റെ കാർക്കശ്യത്തിന് മുമ്പിൽ കൂഫക്കാര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൈയൊഴിഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ പലപ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ഷിയാ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിങ്ങനെ ചരിത്രത്തിലൂടെ വായിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, അത് മുആവിയ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അല്ല, സ്വന്തം അണികൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം അണികൾ പിന്മാറിക്കളഞ്ഞു, ഒറ്റപ്പെട്ടു പോയി. അവിടെ രാജ്യാവാൻ സമ്മർദ്ദങ്ങൾ വന്നു. ഇബ്നു സിയാദ് പറഞ്ഞു, രാജ്യാകണം. ഹുസൈൻ റളിയല്ലാഹു രാജ്യാകുന്ന പ്രശ്നങ്ങളില്ല, പിന്മാറുന്ന പ്രശ്നങ്ങളില്ല. അതൊരു വലിയ യുദ്ധത്തിൽ കലാശിച്ചു. അറിയോ നിങ്ങൾ? ആ യുദ്ധമാണ് കർബല യുദ്ധം എന്ന് പറയുന്നത്. ആ കർബല, യൂഫ്രട്ടീസ് തീരത്തുള്ള കർബല എന്ന പ്രദേശത്ത് വെച്ച് യുദ്ധത്തിന് മുമ്പ് അസറിന്റെ സമയമായി. ആരിമാമ നിൽക്കും. അവിടെ ഇബ്നു സിയാദിനും കൂട്ടർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. റസൂലിന്റെ പേരക്കുട്ടി ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാതെ ആരിമാമ് നിൽക്കാൻ? ആരാ പറഞ്ഞെന്നറിയോ? ഇബ്നു സിയാദ്. ഇബ്നു സിയാദും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും തമ്മിലാണ് പ്രശ്നം. യുദ്ധം നടക്കാൻ പോവുകയാണ്. അവിടെ നമസ്കാരം ഒഴിവാക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമസ്കാര കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന നമ്മൾ, നിലവിലുള്ള മുസ്ലിം സമുദായം, എന്റെ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ ഛിന്ന ഭിന്നമായി പാർട്ടികൾ തിരിഞ്ഞ്, സംഘടനകൾ തിരിഞ്ഞ്, ഇസ്ലാമിന് തന്നെ കളങ്കപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കർബലയെ പറ്റി ഒരു പുനർവിചിന്തനം നമ്മൾ നടത്തണം. നമസ്കാര കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇമാമായി നമസ്കരിച്ചു. നമസ്കാര വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ രാഷ്ട്രീയപരമായി ആരുടെ കയ്യിൽ അധികാരം വരണം? മലിക്കായ ഇസ്ലാമിന്റെ ഖിലാഫത്ത് വ്യവസ്ഥയെ തകർത്ത് രാജാധിപത്യം, ഇപ്പൊ നിലവിലുള്ള ഈ രാജവാഴ്ചയൊക്കെ ഉണ്ട് അറബിയൻ നാടുകളിലൊക്കെ കാണുന്ന ഈ ഒരു രാജവാഴ്ചയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ ഒരു രാജവാഴ്ചയിലേക്ക് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഘടനയെ തകർത്ത മുആവിയയുടെ മകനായ യസീദിന്റെ ഗവർണറായ ഇബ്നു സിയാദ് ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഈ ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കാനായ ആദ്യത്തെ നവോത്ഥാന നായകനായി ഹുസൈൻ റളിയല്ലാഹു മറുവശത്ത്. അവർ യുദ്ധങ്ങൾ ആരംഭിച്ചു. വളരെ കുറഞ്ഞ പക്ഷമായ ഹുസൈൻ റളിയല്ലാഹുവിനെ അമ്പെ പരാജയപ്പെടുത്തി കളഞ്ഞു. എന്നല്ല, ഹബീബായ റസൂലിന്റെ പേരക്കുട്ടിയുടെ തല അവർ അറുത്തു. തല അറുത്തവർ മുറിച്ചു മാറ്റി. ആര്? ഇപ്പുറത്തെ രാജാധിപത്യത്തെ രാഷ്ട്രീയമായി അധികാരത്തിന് വേണ്ടി ഇസ്ലാമിന്റെ മൗലികമായ ഒരു മൂല്യം
മുസ്ലിങ്ങൾ പരസ്പരം വാളെടുക്കാൻ പാടില്ല എന്ന്. മനസ്സിലായോ നിങ്ങൾ? എന്തിന്റെ പേരിൽ നമ്മളിപ്പോൾ വാളെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. വാളിനേക്കാൾ മൂർച്ചയുള്ള വാട്സപ്പ് വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ട് പരസ്പരം മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിനെ നഷ്ടപ്പെടുന്ന മുസ്ലിം സംഘടനകൾ ഇവിടെ ഇല്ലേ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായങ്ങൾ അംഗങ്ങളല്ലേ? നിങ്ങൾ പറയൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഓർത്തു നോക്കൂ. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഇവിടുത്തെ മുജാഹിദുകാർ, ഇവിടുത്തെ സുന്നികളൊക്കെ ചില പണ്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വാദപ്രതിവാദങ്ങളും അടികളും കല്ലേറും കൂക്കുവിളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെയൊക്കെ നമ്മൾ പുരോഗമിച്ചു എന്ന് തോന്നുന്നു. എങ്കിലും ഉള്ളിലെ ഒരു വെറുപ്പ്, ഇസ്ലാമിന്റെ മൗലികമായ ഒരു അസ്തിത്വത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു വെറുപ്പ്, നമസ്കാരത്തിൽ ഒന്നിക്കുന്നവർ പോലും എവിടെയൊക്കെയോ നമ്മുടെ താല്പര്യങ്ങളുടെ പേരിൽ മാറി നിൽക്കുന്നില്ലേ? ഇപ്പൊ ഈ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള ഇസ്ലാമേതര സമുദായങ്ങളൊക്കെ എങ്ങനെ യോജിക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കെ മുസ്ലിം സമുദായം ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ എങ്ങനെ പരസ്പരം വിഴുപ്പലക്കാമെന്നായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയപരമായ അധികാര കൊതിയുടെ പേരിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉത്തരവാദിത്ത ബോധമാണ് എന്ന തന്റെ ദൗത്യം മറന്നുകൊണ്ട് ഖലീഫത്തുള്ളയായ മനുഷ്യൻ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് മുസ്ലിം സമുദായം പരസ്പരം ആയുധങ്ങളെടുത്ത് പോരാടുകയായിരുന്നു. ഒരു വശത്ത് അധികാര ഭീകരത, മറുവശത്ത് നിസ്സഹായാവസ്ഥ. നമ്മുടെ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? വളരെ നിസ്സഹായാവസ്ഥയിലും അവർ വല്ലാതെ ആവേശം കൂറി എടുത്തു ചാടുന്നതിന്റെ അബദ്ധം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് കർബലയിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ഒരു മൗലികമായ ഒരു തത്വമുണ്ട്. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇതാഅ. ഇസ്ലാം നിലനിൽക്കുകയില്ല നമ്മൾ ഒന്നിക്കാതെ കണ്ട്, നമ്മൾ ഒന്നാവാതെ കണ്ട് ഛിന്ന ഭിന്നമായി മാറി നിന്നുകൊണ്ട് ഇസ്ലാം വിജയിക്കുകയില്ല. വലാ ജമാഅത ഇല്ലാ ബിൽ ഇതാഅ. ഒരു അനുസരണമുള്ള നേതൃത്വത്തിന്റെ കീഴിൽ നമുക്ക് ഒന്നിക്കാൻ കഴിയണം. കർബല സംഭവം നമുക്ക് നൽകുന്ന വലിയ പാഠം നിങ്ങൾ ഓർത്തു നോക്കൂ. ഖിലാഫത്തുർ റാഷിദയിൽ നിന്ന് തുടങ്ങി ആകെ 30 വർഷമേ നമ്മൾ ഭരിച്ചിട്ടുള്ളൂ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മനുഷ്യന്റെ ഇഹപര ജീവിത വിജയത്തിന്റെ സൗഭാഗ്യമായി അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ഏക ജീവിത മാർഗം, വേറൊരു ജീവിത ദർശനവും ജീവിത വ്യവസ്ഥയും അതിന്റെ ഒറിജിനൽ ഘടനയോടുകൂടി നിലവിലില്ല. ഖുർആൻ ഇന്നും നിലനിൽക്കുകയല്ലേ? വേറെ ഏത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട വേറെ ഏത് വേദഗ്രന്ഥമാണ് അതിന്റെ തനി സ്വഭാവത്തിൽ നിലനിൽക്കുന്നത്? തകർക്കപ്പെട്ടില്ലേ? അതിൽ കളങ്കം ചാർത്തപ്പെട്ടില്ലേ? ഈ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിട്ടും റസൂലിന്റെ ഹദീസ് നമ്മുടെ കയ്യിലുണ്ടായിട്ടും ഒരുപാട് മാർഗദർശന ഉപദേശങ്ങളില് നിങ്ങൾ അതിൽ രസം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിങ്ങൾ കേറുമ്പോ മുതൽ നിങ്ങൾ നോക്കി ഓരോന്നിലും ഇങ്ങനെ ഇത്രയേറെ ഉപദേശങ്ങൾ ലഭിക്കുന്ന സമുദായം ഏതാ? വലതുകാലിൽ വെച്ച് പള്ളിയിലേക്ക് കയറുക, പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന, ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുക, ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് കയറുക, അവിടെ പ്രാർത്ഥന, ഇവിടെ ജനലിലൂടെ തുപ്പരുത്, വെള്ളം തുറന്നിടരുത്, ശുചിത്വം പാലിക്കുക, എന്തോ മൊബൈൽ ഓഫ്, ഇത്രയേറെ ഉപദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം ഈ ലോകത്ത് വേറെ എവിടെയാണ്? പക്ഷെ നമ്മൾ ഛിന്ന ഭിന്നമായി മാറി. നമ്മുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളാലായ വ്യവസ്ഥകൾ നമ്മൾ അതിന്റെ പുറകെ പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം മുതൽ അവിടെ നിങ്ങോട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്ത ഫലം
വീണ്ടും ഓരോ കർബലയും നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മാറാൻ സന്നദ്ധരാണോ? റസൂൽ സ്ഥാപിച്ച് നടപ്പാക്കി തന്ന ആ ഒരു തൃപ്തിപ്പെട്ട ഒരു ജീവിത മാർഗമുണ്ടല്ലോ ഇസ്ലാം. ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഒരു മുസ്ലിമായി മാറാൻ. അത് നമസ്കാരത്തിൽ മാത്രമല്ല, നമസ്കാരത്തിൽ നമ്മൾ ഒന്നായി, മറ്റു നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഛിന്ന ഭിന്നമായി. ഇപ്പൊ ഇവിടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു വർത്തമാനമുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം. എന്താ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇവിടത്തെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇസ്ലാം വന്ന് കയറാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ അങ്ങനെ ഒരു പദം തന്നെ പരിചയമില്ല, പൊളിറ്റിക്കൽ ഇസ്ലാം. പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ തകർക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങോട്ട് കടന്നു വരുന്നു എന്നാണ് ആ വർത്തമാനങ്ങൾ. അത് വരുന്നതോടുകൂടി ഇവിടുത്തെ സ്വസ്ഥതയും സമാധാനവും തകരുമെന്ന് മുസ്ലിം സമുദായമടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഭാഷ തന്നെ പരിചയമില്ല. ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമാണോ? ഇസ്ലാമിൽ സക്കാത്ത് നിർബന്ധമാണോ? ഇസ്ലാമിൽ കുടുംബ വ്യവസ്ഥ നിർബന്ധമാണോ? ഇസ്ലാമിൽ വിദ്യാഭ്യാസം നിർബന്ധമാണോ? ഇസ്ലാമിൽ രാഷ്ട്രീയവും കൂടി നിർബന്ധമാണ്. രാഷ്ട്രീയം വേറെ, തനിക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് ഇവിടെ നന്നായി നമസ്കരിച്ചിട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കണ്ട. നമസ്കാരത്തിൽ എത്ര കണ്ട് സൂക്ഷ്മതയാണോ അത്ര കണ്ട് സൂക്ഷ്മത സാമ്പത്തിക വിഷയത്തിൽ വേണമോ അത്ര കണ്ട് തന്നെ അത്ര തന്നെ കൃത്യമായ തഖ്വ രാഷ്ട്രീയ വിഷയത്തിലും വേണം. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണമാണ്. നിങ്ങൾക്കറിയോ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല ഞാൻ സൂചിപ്പിച്ചല്ലോ, തല അറുത്തു മാറ്റിയത്. ഒരു സൈനികൻ കുന്തം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ചുണ്ടിൽ ഇങ്ങനെ കുത്തി. അടുത്തുനിന്ന് സൈനികൻ ചോദിച്ചു, ചുണ്ടത്ത് കുത്തണോ? റസൂല് ചുംബിച്ച ചുണ്ടല്ലേ അത്? ആ ചുണ്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ കാരണം. എന്താണ്? ഇവരുടെ രാഷ്ട്രീയ അധികാരങ്ങൾക്ക് ദുരുപയോഗങ്ങൾക്കെതിരെ, രാഷ്ട്രീയ കെടുകാര്യസ്ഥകൾക്കെതിരെ ശബ്ദിച്ചു എന്നതാണ്. തെറ്റായ നടപടിക്രമങ്ങൾക്കെതിരെ, ഇസ്ലാമിന്റെ ക്രമബന്ധിതമായ ഒരു ഖിലാഫത്ത് വ്യവസ്ഥക്കെതിരെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ശബ്ദിച്ചു എന്നതായിരുന്നു ആ ചുണ്ടത്ത് കുത്താനുണ്ടായ കാരണം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മൗലികമായ മൂല്യവത്തായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ലിബറൽ ശക്തികൾ ഭയപ്പെടുന്നു. എന്തുകൊണ്ട്? തങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരായി മാറും. സത്യസന്ധത, നീതി, ധർമ്മം, അഴിമതി പാടില്ല. ഇതൊക്കെ തന്നെ ഒരു ക്ഷേമരാഷ്ട്രത്തെ കുറിച്ച് നിങ്ങൾ എടുത്തു നോക്കി. ഇതൊക്കെ തന്നെയല്ലേ പ്രശ്നം. അഴിമതിയെ കുറിച്ച് മിണ്ടാൻ പാടില്ല, അക്രമത്തെ കുറിച്ച് മിണ്ടാൻ പാടില്ല. ഇത് മിണ്ടുന്നതോടുകൂടി അവൻ ഇവിടുത്തെ കലാപകാരിയാകും. അക്രമത്തെയും ഇവിടുത്തെ അധർമ്മത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മൾ സിന്ദാബാദ് വിളിച്ചാലോ നമ്മളോളം വിപ്ലവകാരികൾ ഉണ്ടാവുകയില്ല. അവർക്കെതിരെ തിരിഞ്ഞാലോ നമ്മൾ കലാപകാരിയായി മാറും. ഇതാണ് ഹുസൈൻ റളിയല്ലാഹുവിന് സംഭവിച്ചത്. ഇവിടെ നമ്മൾ ഒരു പുതിയ കർബല, ഇവിടുത്തെ തെറ്റായ വ്യവസ്ഥക്കെതിരെ, ഈ വ്യവസ്ഥ ജീർണിച്ചതാണെങ്കിൽ ഈ വ്യവസ്ഥയെ മാറ്റി നിർത്താൻ ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന മുഴുവൻ നിയമാവലികളും പാലിച്ചുകൊണ്ട് ഇവിടുത്തെ സ്വസ്ഥതക്കും സമാധാനത്തിനും കോട്ടം തട്ടാത്തവണ്ണം നമ്മൾ യഥാർത്ഥ മുസ്ലിമായി നിലനിൽക്കാൻ കഴിയണം. എവിടെ? നമസ്കാരത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ ജീവിതത്തിലും. ഇതാണ് കർബല നമുക്ക് നൽകുന്ന പാഠം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പല പ്രലോഭനങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രകോപനങ്ങളിൽ പതറിപ്പോകാതെ കണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള ഭരണകൂട ഭീകരതകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഉത്തരേന്ത്യയിലേക്ക് നിയമങ്ങളും കോടതി നിയമ വിലക്കുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് പള്ളികളൊക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക. തങ്ങളാണ് അവിടുത്തെ ഭരണാധികാരികളാണ്. ഇവിടുത്തെ ഭരണഘടനയോ ഇവിടുത്തെ കോടതിയോ ഒന്നുമല്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ ഭരണാധികാരത്തിന് മേൽക്കോയ്മയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും
തങ്ങൾ തീരുമാനിക്കുന്നതാണ് അധികാരം, അതാണ് ശരിയെന്ന് തോന്നിയപ്പോൾ ഇവിടുത്തെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ ആരാധനാലയങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം ഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കെ നമ്മളൊരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം. പടച്ച തമ്പുരാനെ, സാധുക്കളായ നീ ഞങ്ങളെ സൽഭരണം കൊണ്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇന്ത്യയിലായാലും കേരളത്തിലായാലും സൽഭരണം കൊണ്ട് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികൾക്ക് അനുകൂലമായ ജീവിതം നയിക്കാനുള്ള സൗകര്യങ്ങൾ നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥാ. ഇവിടുത്തെ ഭരണകർത്താക്കൾ അവർ വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ അവർക്ക് സൽബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. തമ്പുരാനെ, ഈ നാടിന്റെ സമാധാനം, ഈ നാടിന്റെ സ്വസ്ഥത, ഈ നാടിന്റെ ക്ഷേമം ദാരിദ്ര്യത്തിലേക്ക്, പട്ടിണിയിലേക്ക്, ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വലിയൊരു ദാരിദ്ര്യത്തിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനുള്ള തൗഫീഖ് പടച്ച തമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.